വാ നമുക്ക് ചോറുണ്ണാം. ഇന്ന് എന്തുവാണെന്നറിയാം, ഈ കഷ്ണം എന്താ ശർക്കര പുരട്ടി പോലെ ഇരിക്കുന്നു. പക്ഷേ ശർക്കര പുരട്ടി അല്ല മക്കളെ, ഇത് ചക്കക്കുരുവാണ്. അഥവാ ചക്കക്കുരുവും പച്ചമാങ്ങയും ഒന്നും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്നെങ്കിലും ഇച്ചിരി വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാവരും ഈ കറിയൊന്ന് വെച്ച് നോക്കണം. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇന്ന് പുറത്തിരുന്നാണ് ചോറിടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നത് കാക്ക വല്ലതും വരുന്നെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാനായിട്ടോ. നമുക്ക് ആദ്യമേ തേങ്ങ വറുത്തെടുക്കാം കേട്ടോ. വറുക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. തേങ്ങ, വറ്റൽമുളക്, പച്ചമല്ലി, പിന്നെ നമ്മുടെ ഉലുവ എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് വറുത്തെടുക്കും. നല്ല ബ്രൗൺ കളറാക്കി വറുത്ത് നല്ലപോലെ അരച്ചങ്ങോട്ട് മിക്സിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് കുറേ അങ്ങോട്ട് കറിവേപ്പിലയും കൂടി വഴറ്റി അതിന് നല്ല മൂപ്പിച്ചതിന് ശേഷം നാണ്ട് ചക്കക്കുരു നല്ലതുപോലെ കുക്കറിനകത്ത് വേവിച്ചാണ്. എന്നിട്ട് പച്ചമാങ്ങയും ഉപ്പും കൂടി ഇട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ അങ്ങോട്ട് വേവിച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് ദേണ്ട് നമ്മൾ നേരത്തെ വറുത്തരച്ച തേങ്ങയില്ലേ അതും അങ്ങോട്ട് ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് കുറുക്കി അങ്ങോട്ട് എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേണ്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല അടിപൊളിയാണ്. പപ്പടവും കൂടെ കൂട്ടിക്കുഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഊണ് വിളമ്പി കുത്തിരി ചോറ്, നമ്മുടെ ചക്കക്കുരും പച്ചമാങ്ങയും കൂടെ വറുത്തരച്ച തീയൽ, പിന്നെ ബീൻസിൻ്റെ തോരൻ, പിന്നെ പപ്പടം, പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടുള്ള കട്ട തൈരും ഈ പപ്പടവും തീയലെല്ലാം കൂടെ കുഴച്ചങ്ങോട്ട് കഴിക്കണം. സൂപ്പറാണ്. അപ്പോൾ ടാറ്റാ.